ലാത്തി ചാർജിനിടെ ഷാഫി പറമ്പിലിന് അടിയേറ്റിട്ടില്ലെന്ന പോലീസ് വാദം തെറ്റ്. ഷാഫിക്ക് അടിയേൽക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഇന്നലെ വൈകുന്നേരമുണ്ടായ സംഘർഷത്തിലാണ് പോലീസ് ലാത്തി ചാർജിലാണ് ഷാഫിക്ക് അടിയേറ്റത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഷാഫി അടിച്ചിട്ടില്ല എന്ന പോലീസ് വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. ലാത്തി ചാർജിലാണ് ഷാഫിക്ക് പരിക്കേറ്റത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ. ലാത്തിച്ചാർജിൽ ഷാഫി പറമ്പിലിന് പരിക്കേൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടിയിൽ നിന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംഘർഷമുണ്ടായ പേരാമ്പ്രയിൽ UDFിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 3 മണിക്ക് പ്രതിഷേധ സംഗമം നടക്കും. മൂക്കിന് പരിക്കേറ്റ ഷാഫി ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘർഷത്തിൽ ഷാഫിക്കെതിരെയും കണ്ടാലറിയാവുന്ന 600-ലധികം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. LDF പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. വലിയ സംഘർഷമാണ് ഇന്നലെ ഉണ്ടായത്. തുടർന്ന് പോലീസ് ലാത്തി ചാർജിലാണ് ഈ പരിക്കേറ്റത് എന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സംഘർഷത്തിന്റെ തുടർ ചലനങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് രാവിലെയും ആശുപത്രിയിലും നടന്ന വാക്പോര്. അശ്വതി, തീർച്ചയായും വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതിൻ്റെ ഒരു തുടർച്ചയായി ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറി. ഏറ്റവും ഒടുവിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുലർച്ചെ KSU SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ ആളുകൾ, ഇരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ വെച്ചാണ് ഇരു കൂട്ടരും തമ്മിൽ വീണ്ടും കയ്യേറ്റവും സംഘർഷവും ഉണ്ടാവുകയും ചെയ്തത്. ഇതേ തുടർന്ന് പ്രവർത്തകരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് പുലർച്ചെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് മാറ്റുകയും ചെയ്തു. ഇന്നലെയും വലിയ പ്രതിഷേധമാണ് കോഴിക്കോട് നഗരത്തിൽ ഈ ഷാഫിക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഉണ്ടായത്. എന്തായാലും പോലീസിന്റെ വാദം പൂർണ്ണമായും തങ്ങൾ ഒരു ലാത്തി പ്രയോഗം നടത്തിയിട്ടില്ല, MP ആണ് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് നേരെ ലാത്തി പ്രയോഗം ഉണ്ടായിട്ടില്ല എന്ന, അല്ലെങ്കിൽ ലാത്തി ചാർജ് ചെയ്തിട്ടില്ല എന്നൊരു വിശദീകരണമാണ് ഉണ്ടായത്. ഗ്രനേഡ് പ്രയോഗിക്കുക, ടിയർ ഗ്യാസ് പ്രയോഗിക്കുക എന്നീ കാര്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അക്കാര്യങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്നതിനുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ FIR-ലടക്കം പോലീസ് രേഖപ്പെടുത്തിയിരുന്നതും ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനായി പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്നതിനിടയിൽ ഈ DYSPയുടെ കയ്യിലിരുന്ന ഗ്രനേഡിൽ നിന്നും പിന്ന് ലൂസായി താഴെ വീഴുകയും അതിൽ നിന്ന് ഷാഫി പറമ്പിൽ MPക്കും ഈ DYSP ഹരിപ്രസാദ് അടക്കമുള്ള ആളുകൾക്കും പരിക്ക് പറ്റി എന്നതായിരുന്നു പോലീസിന്റെ FIR-ൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ആ FIR പൂർണ്ണമായും തള്ളിക്കളയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഗ്രനേഡ് പ്രയോഗത്തിനൊക്കെ ശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം ഈ കെയിൻ ഉപയോഗിച്ച് പോലീസുകാർ ഇവരെ ബലപ്രയോഗിച്ച് മാറ്റുന്നു. അതിനിടയിൽ ഒരു പോലീസുകാരന്റെ അടി 2 വട്ടം ഷാഫി പറമ്പിലിന്റെ തലയിൽ കൊള്ളുന്നതായും ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. എന്തായാലും ഈ അടിയിലാണോ ഷാഫിയുടെ മൂക്കിന് പരിക്ക് പറ്റിയത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഗ്രനേഡ് പ്രയോഗത്തിലായിരിക്കാം പരിക്ക് പറ്റിയത്. തലയിലും ശരീരത്തുമൊക്കെ അടികൊണ്ടതായി ഇന്നലെ നേതാക്കൾ പറഞ്ഞിരുന്നു. ഷാഫി പറമ്പിലിനെ ക്രൂരമായി തന്നെ ആക്രമിക്കുകയായിരുന്നു. MP ആണ് എന്ന് തിരിച്ചറിഞ്ഞാണ്, അതായത് ഈ
പേരാമ്പ്രയൊക്കെ ഉൾപ്പെടുന്ന റൂറൽ പോലീസ് ജില്ല ഉള്ള മണ്ഡലത്തിൽ വടകര മണ്ഡലത്തിൽ എം പിയാണ്. അതുകൊണ്ട് ഈ എം പിയെ ഈ പോലീസുകാർക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നത് വിശ്വസിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ ഷാഫി പറമ്പിൽ ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം നടന്നതെന്നാണ് എന്തായാലും ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗങ്ങൾക്കുമെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിലും കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, അഭിജിത്ത് എന്നിവരടക്കം 602 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസിനെ അതിക്രമിച്ചു, അന്യായമായി സംഘം ചേർന്ന് നടക്കുമുള്ള നിരവധി വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം 492 പേർക്കെതിരെ LDF പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നു. ന്യായവിരോധമായി സംഘം ചേർന്നു, വഴി വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പോലീസിനെ ആക്രമിച്ചു എന്നടക്കമുള്ള വകുപ്പുകൾ LDF പ്രവർത്തകർക്കില്ല. പോലീസും LDF പ്രവർത്തകരും തമ്മിൽ പരസ്പരം ഒരു ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. UDF പ്രവർത്തകരും LDF പ്രവർത്തകരും 2 വശത്തായി സംഘടിച്ചപ്പോൾ പോലീസിന്റെ നിർദ്ദേശം മാനിച്ച് LDF പ്രവർത്തകർ പിരിഞ്ഞുപോയി. എന്നാൽ LDF പ്രവർത്തകർ നിൽക്കുന്ന ഇടത്തേക്ക് പോകണമെന്ന ആവശ്യമാണ് UDF പ്രവർത്തകർ പറഞ്ഞത്. അത് തടഞ്ഞതിനെ തുടർന്നുണ്ടായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുണ്ടായ സംഭവങ്ങളാണ് ഇന്നലത്തെ ഈ സംഭവവാസങ്ങളിൽ കലാശിച്ചതെന്നും പറയുന്നു. എന്തായാലും ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഇന്നലെ പ്രവേശിപ്പിച്ച ഷാഫിക്ക് മൂക്കിന് പൊട്ടലുണ്ടെന്ന് ഇന്നലെ തന്നെ സ്കാനിങ്ങിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തെ വിധേയമാക്കുകയും പിന്നീട് മുറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിരവധി നേതാക്കളാണ് അദ്ദേഹത്തെ കാണുന്നതിനായി രാവിലെ മുതൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വലിയ പ്രതിഷേധ വേലിയേറ്റം തന്നെ ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റുമായി സംഭവിച്ച് നടത്തുന്നതിനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്, UDF ആലോചിക്കുന്നത്. അല്പസമയത്തിനകം കോഴിക്കോട് നടക്കാവിലുള്ള IG ഓഫീസിൽ ഒരു പ്രതിഷേധ സംഗമം നടത്തുന്നുണ്ട്. ഒരുപാട് പ്രവർത്തകർ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് DCC അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പ്രതിഷേധ മഹാസംഗമം എന്ന രീതിയിൽ പേരാമ്പ്രയിൽ ഈ സംഭവം നടന്ന ഇടത്തും ഒരു വലിയ യോഗം കോൺഗ്രസ് വിളിച്ചു ചേർത്തിരിക്കുന്നു, UDF വിളിച്ചു ചേർത്തിരിക്കുന്നു. KC വേണുഗോപാൽ MP അടക്കമുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ DCC പ്രഖ്യാപിച്ചത് ഇന്ന് ഒരു ക്യാമ്പായിരുന്നു, ജില്ലാതലത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കായുള്ള ഒരു ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ KC വേണുഗോപാൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഈ ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. KC വേണുഗോപാൽ MP അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഈ ഇദ്ദേഹത്തെ കാണുകയും ഒപ്പം പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. വലിയ പ്രതിഷേധമാണ് ജില്ലയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഒരിക്കൽ കൂടി ഇന്നലത്തെ സംഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഇരു വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോലീസ് എത്തുകയാണ്. അവിടെ പോലീസ് ലാത്തിചാർജിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പ് അവിടെ സംഭവിച്ചത് എന്താണ്? ആരുടെ ഭാഗത്തു നിന്നാണ് പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത്? ആരാണ് ആദ്യം ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അശ്വതി, പേരാമ്പ്രയിലെ കോളേജിലെ യൂണിയൻ ചെയർമാൻ സ്ഥാനം വർഷങ്ങൾക്ക് ശേഷം KSU നേടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോളേജിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തെ തുടർന്ന് KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് ഇന്നലെ UDF പേരാമ്പ്ര നഗരത്തിൽ ഒരു പ്രാദേശിക ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഈ ഹർത്താലിനിടെയാണ് ഹർത്താൽ അനുകൂലികൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പ്രമോദ് എന്ന CPMന്റെ ഏരിയ കമ്മിറ്റി അംഗത്തെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കയ്യേറ്റം ചെയ്തു എന്നാണ് LDF പ്രവർത്തകർ പറയുകയും ചെയ്യുന്നത്. ഈ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് വൈകുന്നേരം LDF പ്രവർത്തകർ പേരാമ്പ്ര പട്ടണത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നു. അവർ പ്രതിഷേധ പ്രകടനം നടത്തി പട്ടണത്തിന്റെ ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് UDF പ്രവർത്തകരും പ്രകടനമായി വരുന്നു. പോലീസ് ഈ 2 പ്രവർത്തകർക്കുമിടയിൽ ഒരു മതിൽ പോലെ നിൽക്കുന്ന കാഴ്ച. ഇരുവരും തമ്മിൽ ഏതാണ്ട് 100-200 മീറ്റർ വ്യത്യാസത്തിലാണ് അവർ നിലയുറപ്പിച്ചിരുന്നത്. മറുവശത്തേക്ക് പോകാൻ പാടില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകരെ അല്ലെങ്കിൽ UDF പ്രവർത്തകരെ പോലീസ് വിലക്കുന്ന സാഹചര്യം. മറുവശത്തേക്ക് പോയാൽ ഇരു പക്ഷവും ഒരേ സ്ഥലത്ത് വന്നാൽ ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മറുവശത്തേക്ക് പോകാൻ പാടില്ല എന്ന നിലപാട് ഒപ്പം ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശവും നൽകുന്നു. LDF പ്രവർത്തകർ ആ സമയം തന്നെ പിരിഞ്ഞുപോയി എന്ന് പോലീസ് പറയുന്നു. പക്ഷേ മറുവശത്തുള്ള പ്രതിഷേധ ധർണ അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഷാഫി പറമ്പിൽ MP ആണ്. അദ്ദേഹം വന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന കൃത്യമായ നിലപാടിലേക്ക് നീങ്ങുന്നു. ഇതിനുശേഷം ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ പലവട്ടം ഉന്തുതള്ളുമൊക്കെ ഉണ്ടാകുന്നു. ഈ വിവരം അറിഞ്ഞാണ് ഷാഫി പറമ്പിൽ MPയും
DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറും അടക്കമുള്ള ആളുകൾ അവിടേക്ക് വരുന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും ഒരു പ്രകോപനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. നമുക്ക് ദൃശ്യങ്ങളൊക്കെ ഈ സംഭവത്തിന്റെ തുടക്കമിട്ട ദൃശ്യങ്ങൾ നേരത്തെ ലഭ്യമായിരുന്നു. ഒരു കോൺഗ്രസ് പ്രവർത്തകനായ ഒരാൾ ഈ പോലീസിന് നേരെ നിരന്തരം അസഭ്യവർഷം ചൊരിയുന്ന ദൃശ്യങ്ങൾ, നായിന്റെ മക്കളെ എന്ന് വിളിച്ച് ആക്രോശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ കുറച്ചധികം നേരം ഈ പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം രണ്ടു വശത്തായി നിന്ന് വാഗ്വാദങ്ങൾ ഉണ്ടാവുന്നു. ഇതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗ്രനേഡ് പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രകോപനം ആരംഭിക്കുന്നത്. അങ്ങനെ അവിടെയാണ് ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. പിന്നീട് ഷാഫി പറമ്പിൽ MP ഒക്കെ സ്ഥലത്തെത്തുമ്പോഴേക്കും വീണ്ടും ഈ പ്രകോപനം മറ്റൊരു വശത്തിലേക്ക് നീങ്ങുകയായിരുന്നു. 5ഓ 6ഓ വട്ടം പോലീസ് അവിടെ ഗ്രനേഡ് പ്രയോഗിച്ചു, ടിയർ ഗ്യാസ് പ്രയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീടാണ് ഈ പ്രവർത്തകർക്കും പോലീസിനും ഇടയിൽ ഒരു മതിൽ പോലെ ഷാഫി പറമ്പിൽ MP അടക്കം നിൽക്കുന്നു. ഈ സമയത്തും ഒരു വശത്തുനിന്ന് പ്രവർത്തകർ തള്ളുന്നു, മറുവശത്തുനിന്ന് പോലീസ് തള്ളുന്നു. പെട്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ലാത്തി പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ നീക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ MP തന്നെയാണ്. ഷാഫി പറമ്പിൽ MPയെ പോലീസുകാർക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം റൂറൽ പോലീസ് മേഖല അടക്കം പ്രതിനിധീകരിക്കുന്ന വടകര മണ്ഡലത്തിലെ MP-യാണ് അദ്ദേഹം. ഒരു ജനപ്രതിനിധി നിൽക്കുമ്പോൾ പോലീസ് പാലിക്കേണ്ട ചില സംയമനങ്ങളുണ്ട്. MP-മാർ MLA-മാരൊക്കെ ഈ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾക്കും പ്രക്ഷോഭ പരിപാടികൾക്കുമൊക്കെ എത്താറുണ്ട്. പക്ഷേ ഇവർ സംയമനം പാലിച്ച് നീക്കുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് പോലീസും പലപ്പോഴും ഒരു സംഭാഷണം നടത്തുന്ന നേതാക്കളുമായാണ്. കാരണം അണികൾ അങ്ങേയറ്റം പ്രകോപനപരമായി നിൽക്കുന്ന സമയമായിട്ട് പോലീസ് പറഞ്ഞാൽ പ്രവർത്തകർ കേൾക്കില്ല, അവരുടെ നേതാക്കൾ പറഞ്ഞാൽ മാത്രമാണ് ഈ പ്രവർത്തകർ പിന്നോട്ട് നീങ്ങുക. എന്തായാലും അത്തരത്തിലൊരു ഇടപെടലിനായാണ് ഷാഫി പറമ്പിൽ അതിനിടയിൽ ഒരു മതിൽ പോലെ പ്രവർത്തകർക്കും പോലീസിനുമിടയിൽ എത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അപ്പോഴേക്കും പ്രവർത്തകരെ പറഞ്ഞ് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് അടികിട്ടുന്ന ഒരു സാഹചര്യം ആകുകയായിരുന്നു. എന്തായാലും ഷാഫി പറമ്പിലിന് അടികിട്ടി തലയ്ക്ക് ചോര വാർന്നു വന്നു തുടങ്ങിയതോടുകൂടി പ്രതിഷേധക്കാർ അല്ലെങ്കിൽ ഈ അണികൾ കൂടുതൽ പ്രകോപിതരാവുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അവിടെ കാണാൻ കഴിഞ്ഞത്. 10 പോലീസുകാർക്കാണ്, പേരാമ്പ്ര ഡിവൈഎസ്പി അടക്കം 10 പോലീസുകാർക്കാണ് ഈ അക്രമത്തിൽ പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ പ്രവേശിച്ച് ചികിത്സ തേടിയത്. എന്തായാലും ഈ സംഘർഷം കുറച്ച് നേരം നീണ്ടു. അതിനുശേഷം വീണ്ടും പേരാമ്പ്ര പട്ടണം ഉപരോധിച്ചുകൊണ്ട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിലൊക്കെ വീണ്ടും പ്രതിഷേധം നടന്നു. പിന്നീട് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് സംഘർഷസ്ഥിതി അയവ് വന്നത്. പിന്നീട് ഷാഫി പറമ്പിലിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. നേതാക്കളൊക്കെ പലരും ഈ ദിവസം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു.